എന്തോന്നാടി ആന്റപ്പാ? കർത്താവേ, ഇത് എന്നെ അടിയാ, പതുക്കടി. ചുമ്മാതല്ല തന്നെ അക്കച്ചി ആന്റപ്പനെന്ന് വിളിക്കുന്നത്. ആ പിടി. അയ്യോ പാവം, ശകുണി ചേട്ടൻ കുഴഞ്ഞു. കണ്ണി ചോരയില്ലാതെ പറയുന്ന പറച്ചില് കേട്ടില്ലേ? പിന്നെ ഞാനെന്തോ വേണം? 12 അടി അടി. അയ്യോ, പെണ്ണുങ്ങളാണോ കാറ്റടിക്കുന്നത്? അക്കച്ചി ആന്റപ്പാ. അക്കച്ചി ആന്റപ്പനെ നിന്റെ മറ്റേ വലിയ ശങ്കുണ്ണി ചേട്ടൻ പറഞ്ഞ ശരിയാ. ആന്റപ്പൻ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മാറു മറിക്കുന്നേ? നീ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മറക്കുന്ന? പിടി. ഇത്തവണ വന്നിട്ട് സൈമൺ എന്തോ ഒരു മാറ്റം. ഏയ്, എനിക്കൊരു മാറ്റവും ഇല്ല. മാറ്റം സൂസനാണ്. മുഖത്തെന്തോ ഒരു വല്ലായ്മ, ഒരു ഭീതി. കപ്പലിലെ സംഭവവാസങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. കപ്പലിലെ കാര്യങ്ങൾ കപ്പലിൽ പോകുമ്പോ മതി, ഇപ്പൊ കഴിക്കല്ലേ. സൂസൻ, ഒന്ന് സന്തോഷായിരിക്കുന്നേ. ഈ ജീവിതം മുഴുവനും നമ്മൾ സന്തോഷിക്കാൻ പോവാം. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ കരിന്തേൽ കുത്തിയ പോലെ? ഓ, ഈ നിരാശ നടുവർപ്പം കാണാനില്ല. വീട്ടിലെ പ്രശ്നം വരെയായി. വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയാൽ മതി. എന്നാ പിന്നെ നമ്മൾ ഇത്ര പ്രയാസപ്പെട്ടിങ്ങനെ ഔട്ട്ഡോർ പരിപാടി വെക്കേണ്ടിയില്ലായിരുന്നു. തൽക്കാലം ഇങ്ങനെയൊക്കെ മതി. ഇൻഡോർ എല്ലാം ആഫ്റ്റർ മാരേജ്. അതുവരെ അതിരിക്കട്ടെ. എന്നാ വീട്ടിലേക്ക് വരുന്നത്? അതും കല്യാണം കഴിച്ചിട്ട് പോരെ. പിന്നെ എന്റെ സ്വഭാവം അറിയാലോ. നാളെ തന്നെ വരണം. ഇത് ഒരു അഡ്വാൻസ്, ബാക്കി കല്യാണം കഴിഞ്ഞിട്ട്. ആരാ ആന്റപ്പ ചേട്ടാ? ഒരു ഭാവിരാജ. അയ്യോ, ഡയറക്ടർ ഭാഗ്യരാജായിരിക്കും. അറിയാതെ നിനക്കെങ്ങനെയാ പരിചയം? സിനിമ മാസിയിലെ അഡ്രസ് കണ്ട് ഞാനൊരു കത്തയച്ചു. ഈ ഫോൺ നമ്പറാ കൊടുത്തത്. ഫോണ് വലിയ മുതലാളി എടുക്കാഞ്ഞത് നിന്റെ ഭാഗ്യം. ഹലോ, ഭാഗ്യരാജ് സാറല്ലേ? ഓടിക്കാൻ ആളെ കിട്ടിയെന്നോ? ഡ്രൈവർ ഭാഗ്യരാജിനോ? മുമ്പ് നിന്ന വീട്ടിലെ ഡ്രൈവറാ? ആള് മാറിപ്പോയോ? മോശം, നിരാശപ്പെടുത്തി കളഞ്ഞു. അയ്യോ, എന്ത് പറ്റി ഭാഗ്യരാജന്? 2 പരിപ്പോടെ പറ്റി. ചൗണിച്ചേട്ടൻ എന്നെ താമസിച്ചേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സിനിമ ഷൂട്ടിങ്ങോ? സിനിമാ ഷൂട്ടിങ്. അയ്യോ, എന്ത് രസം. രതീഷ് സ്മിതയും കൂടെ നാട്ടു റോഡിൽ കിടന്നൊരു ബലാത്സംഗം. എന്തൊരു രസം. രതീഷ് കലക്കി കാണും. എന്തോന്ന് കലക്കി? ചൗണിച്ചേട്ടൻ, നമുക്ക് പോയി കാണാം. എങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടും അല്ലേ. അടുക്കള ജോലിയുണ്ട്, അവന്റെ ഒരു ഷൂട്ടിങ്. ചേട്ടാ, നമുക്ക് പോകാം. നീ സമാധാനപ്പെടു തങ്കമ്മേ. നീ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് നില്ല. ആ സീൻ രതീഷിനേക്കാൾ സുന്ദരമായി നമുക്ക് ഇവിടെ കലക്കാം. മതിയെന്നെ, വല്ലവരും കാണും. വല്ലവരും അല്ല, എല്ലാവരും കാണട്ടെ. ഇത് മണിമറയല്ല, കടപ്പുറം. എന്റെ ഭാര്യയെ ഞാൻ എവിടെ വെച്ചു എന്തും ചെയ്യും. ഭാര്യയോ? കൂടെ കഴിയുന്നാളെ പിന്നെ എന്താ വിളിക്കേണ്ടത്? കൂടെ കഴിയുന്നുള്ളോ? പിന്നെ അല്പ പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണം. ഞാനിപ്പോ ആരാന്നാ നിന്റെ വിചാരം? കപ്പലിലെ ചീഫ് ക്യാപ്റ്റൻ. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ജോൺസൺ കേൾക്കരുത്. ഇപ്രാവശ്യം കപ്പൽ ആര് കൊണ്ടുവന്ന് നീ നോക്കും. ഒരു ക്യാപ്റ്റന്റെ അന്തസ്സിനനുസരിച്ച് വേറൊരു നല്ല പെണ്ണിനെ കിട്ടില്ലേ? അത് കിട്ടും. പക്ഷേ ഈ ക്യാപ്റ്റന് ഈ പെണ്ണു. നീ വിചാരിക്കുന്ന പോലല്ല സിനിമ. പിന്നെ അത് വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഒരു സാധനമാണ്. പന്ന പട്ടര് വരും, തിരിഞ്ഞു നോക്കണ്ട. നടന്നോ? யாரு தங்கம்மாவா? 2 பேரும் சேர்ந்து எங்க போறே? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിക. സിനിമയില് ചേർന്നാച്ചാ? എന്താ അവക്ക് ചേർന്നൂടെ? ചേരലാമേ, ധാരാളമോ ചേരലാം. സിനിമ ഒരു നല്ല ഫീൽഡാണോ ശങ്കുണ്ണി? സിനിമ ഒരു കടൽ മാത്രമാണ്, അതിൽ വീഴുന്ന നദികളാണ് നടികൾ. പിന്നെ ഏത് ഫീൽഡാ സ്വാമി നല്ലത്? മറ്റു ഫീൽഡിൽ നടക്കുന്ന എന്റെ 100% വൃത്തികേട് സിനിമയെ നടക്കുന്നില്ല സ്വാമി. ശരിയാണല്ലോ. പറഞ്ഞു വന്നപ്പം നമുക്കും സിനിമയിൽ ചേർന്നാൽ എന്താ എന്നൊരു പൂതി. സ്വാമിയുടെ പന്നിവാലി മാതിരിയുള്ള തല സിനിമയിൽ നന്നായിരിക്കും. ഒരു ക്ലോസപ്പ് കിട്ടിയാ മതി, സ്വാമി രക്ഷപ്പെട്ടു. അതെന്താ ശങ്കുണ്ണി ക്ലോസപ്പം?
അത് സ്വാമി, ഈ ഡയറക്ടർമാര് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം അപ്പമാണ് കോസപ്പം. അതിൽ 5 നേരത്തെ വാങ്ങി വെച്ചാലോ? അയ്യോ, പൂത്തു പോകും സ്വാമി. ശരിയാ. അപ്പൊ നമ്മുടെ കാര്യം പ്രത്യേക ശ്രദ്ധയിൽ വേണം. അവനെയും വേണ്ട, സ്വാമി മതി. ആ, ഞാനേറ്റു. കേട്ടല്ലോ. ഞാൻ വരട്ടോ? ഞാൻ തടി പോലും ഇവിടെ നിൽക്കുമ്പോഴാ. കല്യാണം കഴിയാതെ ഇങ്ങോട്ട് വരാൻ സൈമൺ വലിയ നാണം. നാണിക്കാൻ എന്തിരിക്കുന്നു? ഇത് അവന്റെ വീടല്ലേ. ഡാഡിയെ കണ്ടില്ലല്ലോ. ഇന്ന് ഡാഡിക്ക് ഓഫ് ഡേ ആണ്. ഡാഡിയുടെ ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓഫ്. അപ്പൊ കുടിയിപ്പോഴും പഴയതുപോലെ പുരോഗതി തന്നെ അല്ലേ? കുടിച്ചു കഴിഞ്ഞാ പഴയ ഫ്രഞ്ച് പ്രതാപം ഒക്കെ പുറത്തു വരും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം പഴയ കടങ്ങളൊക്കെ വീട്ടാനെന്ന് കൂടെ കൂടെ പറയും. ഞാൻ ഇത്തവണ ഒന്ന് പോയിട്ട് വരട്ടെ. സകല കടങ്ങളും തീർത്തുകളെ. ഞങ്ങൾക്ക് പിന്നെ കർത്താവ് തന്ന നിധിയാ മോനെ. ഓ, അധികം കിളത്താതെ പറ്റി. കുറെ കൂടി വലിയ ബന്ധം വരുമ്പോ കാലുമാറായിരുന്നാ മതി. ബേലേ, അങ്ങനെ പറഞ്ഞൂടെ. ഏതായാലും നമുക്കിനി ഇത് വെച്ച് നേടിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കപ്പൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ കല്യാണം നടത്താൻ നോക്കാം. അതിനെന്താ, അടുത്ത ആഴ്ച തന്നെ മനസ്സമോ നടത്തിക്കളയണം. ആഹാ, ഡാഡി ഇന്ന് നല്ല മൂഡിലാണല്ലോ. ഇന്ന് കംപ്ലീറ്റ് ഓഫ് തന്നെ. Above the bed so high, like a diamond in the sky. Who is that? സൈമൺ. Oh, Simon. Simon, how are you? Hello, Simon, how do you do? കൊള്ളാം, നല്ലത്. Say in English. I am an old French man belonging with a high respectable family. Do you know me? സൈമൺ പോ. Simon boy. Hello, Simon. Tata. Bye, sweet dreams. ഇവിടെ കിടന്നുറങ്ങാതെ അകത്തുനിന്ന് കിടക്കണം. Thank you very much for your kindness, man. ഞാൻ ഇറങ്ങട്ടെ. Ara. സൈമൺ. Oh, Simon, you sit. I am Francis Pereira from the old country of distance, and I am the man. അപ്പൊ ഞാൻ വരട്ടെ. ബൈ. My dear Teresa, I want 2 cups. എനിക്ക് 2 കപ്പ് വേണം. Simon, you sit here. I say you sit here. I want drink with you. ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കാം. I want 2 packs. 2 packs only. What is the life? Life is nothing. It is only the... ജോലി. സൂസനോ? നിന്നെ കാണുന്നില്ലോടി. അതുകൊണ്ടല്ലേ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. നീ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. നീ കള്ളം പറയുന്നു. നിന്നാണ് സത്യം. നിന്റെ അച്ചായൻ വന്ന സന്തോഷാണെന്ന് വെച്ചോ. പിന്നെ അച്ചായന് വല്ലപ്പോഴെങ്കിലും ഇങ്ങോട്ടൂടെ അയക്കണേ. ജൂലി, ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്തു പറ്റി? അച്ചായൻ നിന്നെ കൂടി കപ്പലിൽ കൊണ്ടാൻ സമ്മതിച്ചോ? അയ്യേ, ചേട്ടൻ സമ്മതിച്ചാലും ഞാൻ പോവോ? പിന്നെ എന്തോന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത്? ഞങ്ങളുടെ കല്യാണത്തിന് വീട്ടിൽ പച്ചക്കൊടി കാണിച്ചു. ആ വിവാഹം കലക്കാൻ ജോൺസിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടല്ലോ. കലക്കാൻ അവനിങ്ങ് വരട്ടെ. അയാൾക്ക് നിന്നോട് ഇത്ര ഭ്രമം എന്താ? നല്ല തല്ലുകൊള്ളുമ്പോ താനെ മാറിക്കൊള്ളും. നിങ്ങളുടെ കല്യാണത്തിന് എന്റെ ഫ്രീ ഡാൻസ്. അതിന് കല്യാണം വീട്ടിൽ വെച്ചല്ലോ. എന്നാ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഡാൻസ്. ഓക്കെ. വരൂ, അകത്ത് പോ.